നമസ്കാരം. രാജ്യത്ത് ബി.ജെ.പി മൂന്നാം ഘട്ടവും അധികാരത്തിലെത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം ഇവിടുത്തെ പല മാധ്യമങ്ങളും നടത്തുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ട് റിപ്പോർട്ടർ ടി.വിയിലെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. എല്ലാ ദിവസവും രാത്രി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക പരിപാടിയുണ്ട്. ഇപ്പോ അത് ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമല്ല, നികേഷ് കുമാറും സ്മൃതി പരുത്തിക്കാടും സുജിയ പാർവതിയും. പക്ഷെ ഇതിലെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഉണ്ണി ബാലകൃഷ്ണന്റെ നിലപാടുകൾ, നിഗമനങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ബി.ജെ.പി ഇത്തവണ അധികാരത്തിൽ വരില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് 240 സീറ്റുകളിൽ താഴെ ബി.ജെ.പി പോകുമെന്നാണ്. ഓക്കെ, ശരി, നമ്മൾക്കിതെല്ലാം സമ്മതിച്ചു കൊടുക്കാം. ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു വലിയ ആഗ്രഹമല്ലേ. അപ്പോ ഈ ജൂൺ 4 വരെയും എന്താണെങ്കിലും ഈ ബി.ജെ.പി ജയിക്കുമെന്ന് പറഞ്ഞാലും തോൽക്കുമെന്ന് പറഞ്ഞാലും ഈ ജൂൺ 4 എന്ന് പറയുന്ന ദിവസത്തിന് വേണ്ടി എല്ലാവരും കാത്തിരുന്ന് പറ്റും. പക്ഷെ ഈ സമയത്ത് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന ഒരു ബി.ജെ.പി മുഴുവൻ സീറ്റുകളും 2019 നേടിയ ഒരു സംസ്ഥാനമുണ്ട്, ഹരിയാന. അത് ഹരിയാന മാത്രമല്ല, ഗുജറാത്തും അതോടൊപ്പം തന്നെ ഒരു സീറ്റുകൾ മാത്രം നഷ്ടപ്പെട്ട മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഹരിയാന തന്നെയാണ്. ഹരിയാനയെ സംബന്ധിച്ച് നോക്കുന്നു, 10 സീറ്റുകളിൽ കഴിഞ്ഞ വട്ടം മുഴുവൻ സീറ്റുകളും ബി.ജെ.പി തന്നെ നേടിയതാണ്. പക്ഷെ ഇപ്പോ ഇത്തവണ ജാട്ടുകളുടെയും കർഷകരുടെയും അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ അടക്കമുള്ള പല പ്രശ്നങ്ങളും ബി.ജെ.പിയുടെ സംസ്ഥാന ഭരണമടക്കം വലിയ തരത്തിലുള്ള ജനങ്ങളുടെ രോക്ഷം നരേന്ദ്രമോദിക്കെതിരെയും ബി.ജെ.പിക്കെതിരെയും ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തെ നമ്മുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദു സമൂഹത്തെ വലിയ തരത്തിൽ വേദനിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് ഹരിയാനയിലെ നൂഹിൽ നടന്ന ഒരു കലാപം തന്നെ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ജലാഭിഷേക ഒരു പ്രചരണ യാത്ര ഉണ്ടായിരുന്നു. 3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്കായിരുന്നു ആ ഒരു യാത്ര നടന്നത്. അതിന് നേരെ ജിഹാദി ഭീകരവാദികളുടെ വലിയ തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുകയും അതോടൊപ്പം വലിയൊരു സംഘർഷങ്ങൾ ഉണ്ടാവുകയും 6 പേരും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ പൂർണ്ണമായിട്ടും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ ഈ 10 സീറ്റുകളിലും ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജിഹാദി ഭീകരവാദികൾക്ക് ഒരു എന്താ പറയുക, ഒരു പരോക്ഷമായിട്ടുള്ള ഒരു പിന്തുണ ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിലെ പല വിഭാഗത്തിലെ അല്ലെങ്കിൽ പല വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും ബി.ജെ.പിക്ക് അനുകൂലമാകും എന്നുള്ള തർക്കമില്ല. ഇതിൽ പ്രധാനമായിട്ട് കുരുക്ഷേത്ര എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട് ഹരിയാനയിൽ. അതിൽ കുരുക്ഷേത്രയിൽ കഴിഞ്ഞ വട്ടം ബി.ജെ.പി 3.25 ലക്ഷം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. ഈ 3.25 ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ച കുരുക്ഷേത്ര പോലെയുള്ള ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പോലും ഉണ്ടെങ്കിൽ പോലും 1 ലക്ഷത്തോളം വോട്ടുകൾക്കെങ്കിലും ബി.ജെ.പിയുടെ നിലവിലെ സ്ഥാനാർത്ഥിയോട് വിജയിക്കാം. രണ്ടാമത് ഏറ്റവും വലിയ രീതിയിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഹരിയാനയിലെ മറ്റൊരു മണ്ഡലമാണ് കർണാൽ മണ്ഡലം. അതിൽ കർണാൽ മണ്ഡലത്തിലാണ് വലിയ തരത്തിൽ ഈ കർഷക സമരവും അതോടൊപ്പം തന്നെ ജാട്ടുകളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം നടക്കുന്നത്. കർഷക സമരമൊക്കെ ഉണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പല രീതിയിൽ അതിനെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരുപാട് ചർച്ചകളും അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടതാണ്. എന്നാൽ പോലും കോൺഗ്രസും നമ്മുടെ രാജ്യത്തെ പല മാധ്യമങ്ങളും പറയുന്നത് ഈ കർണാൽ മണ്ഡലത്തിൽ ബി.ജെ.പി വലിയ രീതിയിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ള. ഈ ഉണ്ണി ബാലകൃഷ്ണന്റെ വാക്കുകൾ കടമെടുത്താൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 10 സീറ്റുകളിലും ബി.ജെ.പി തോക്കുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമാണ്. ഈ കർണാൽ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. മനോഹർ കട്ടാറാണ്. ഈ മനോഹർ കട്ടാർ കഴിഞ്ഞ വർഷം വരെ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു ഹരിയാനയിലെ. ബി.ജെ.പിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. വലിയ ജനപിന്തുണയുള്ള നേതാവാണ്. ഈ കർണാൽ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ഇത്തവണ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് ഈ മനോഹർ ലാൽ ഖട്ടറിന്റെ ഒരു തോൽവി തന്നെയായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം എന്താണെങ്കിലും ഈ കർണാൽ മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. കഴിഞ്ഞ വട്ടം 4 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ നേടിയിട്ടാണ് അവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥി വിജയിച്ചത്. ആ മണ്ഡലത്തിലാണ് ബി.ജെ.പിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് ഇത്തവണ മത്സരിക്കുന്ന കൂടി നമ്മൾ നോക്കണം. പിന്നെ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഹിസാർ മണ്ഡലമാണ്. ഈ ഹിസാർ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം ഈ കോൺഗ്രസിന്റെ ഷെൽജ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഹിസാർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ചതുഷ്കോണ മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് ബി.ജെ.പിയുടെ ഒരു സംഘടനാ സംവിധാനം എല്ലാം എടുത്ത് വെച്ച് മുന്നോട്ട് നോക്കുമ്പോൾ അതിൽ നിന്നൊരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കണം. ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഒരു തിരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യാൻ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത്
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കില്ല. അപ്പൊ ചതുഷ്കോണ മത്സരമൊക്കെ നടക്കുന്ന ഒരു മണ്ഡലത്തിൽ BJP-യുടെ മുന്നേറ്റം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും അതൊന്ന് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഹിസാർ മണ്ഡലത്തിൽ BJP വിജയിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. പിന്നത്തെ മറ്റൊരു മണ്ഡലമാണ് സിർസ മണ്ഡലം. സിർസ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യത്ത് തന്നെ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഏറ്റവും സമുന്നതന്മാരായിട്ടുള്ള പ്രധാനപ്പെട്ട 2 നേതാക്കന്മാര് പരസ്പരം പോരടിക്കുന്ന ഒരു മണ്ഡലമായിട്ട് കാണാം. അതിൽ കോൺഗ്രസിന്റെ ഷെൽജ എന്ന് പറയുന്ന നിലവിലെ അവിടുത്തെ ഹരിയാനയിലെ സംസ്ഥാന അധ്യക്ഷ കൂടിയാണ് ഈ ഷെൽജ. അതോടൊപ്പം തന്നെ BJP-യുടെ അശോക് ഗൽക്കറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടവും കോൺഗ്രസിന്റെ വലിയ ഒരു പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. അവര് കോൺഗ്രസിൽ നിന്ന് മാറി BJP-യിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സിർസയിൽ മത്സരിക്കുന്നത്. സിർസയെ സംബന്ധിച്ച് BJP-ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് നമ്മൾക്ക് തോന്നുന്നില്ല. കാരണം BJP-യുടെ സംഘടനാ സംവിധാനവും കഴിഞ്ഞ വട്ടം 2.5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചതൊക്കെ BJP-ക്ക് വലിയ രീതിയിലുള്ള ഒരു ഗുണം ചെയ്യുന്നുണ്ട്. അത് ഹിസാർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ രഞ്ജിത് സിംഗ് ആണ് BJP-യുടെ സ്ഥാനാർത്ഥി, ജയപ്രകാശ് ആണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. പിന്നെ അടുത്തൊരു മണ്ഡലം വരുന്നത് ഭിവാനി മണ്ഡലമാണ്. ഈ ഭിവാനി മണ്ഡലത്തിലൊക്കെ BJP-യുടെ ഭൂരിപക്ഷം കഴിഞ്ഞ വട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ളതാണ്. അവിടെയാണ് ഈ ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള റിപ്പോർട്ടഡ് ചാനലിലെ ചില മാധ്യമ പ്രവർത്തകർ വടക്കോട്ട് നോക്കിയിരുന്ന് കുരച്ചുകൊണ്ട് കരയുന്നത്. ഇവരുടെ കുര കേൾക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ വട്ടം BJP-യുടെ സ്ഥാനാർത്ഥി ഈ ഭിവാനി പോലെയുള്ള മണ്ഡലങ്ങളിൽ എത്ര വോട്ടിനാണ് ജയിച്ചതെന്നെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് നോക്കണം. 4.5 ലക്ഷം വോട്ടുകൾക്കാണ് കഴിഞ്ഞ വട്ടം ബരംവീർ സിംഗ് എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരിക്കുന്നത്. ഈ ബരംവീർ സിംഗ് ഒക്കെ ഇത്തവണ തോൽക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഇതുപോലെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു BJP വളരെ മുന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതോടൊപ്പം തന്നെ ഫരീദാബാദ് നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം ഈ കൊച്ചി നമ്മുടെ ദില്ലി മെട്രോ ഒക്കെ ആരംഭിക്കുന്നത് പോലും ഈ പറയുന്ന ഈ ഫരീദാബാദിൽ നിന്നാണ്. അതിൽ കൃഷ്ണപാല ഗുജ്ജർ എന്ന് പറയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണ് അവിടുത്തെ നിലവിലെ സ്ഥാനാർത്ഥി. ഈ കൃഷ്ണപാല ഗുജ്ജർ കഴിഞ്ഞ വട്ടം ജയിച്ചത് 6 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ വെറുതെ അങ്ങോട്ട് ഇരുന്നു കൊണ്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയാണ് BJP ഈ ഫരീദാബാദിൽ തോക്കും, ഭിവാനിയിൽ തോക്കും, അപ്പൊ ഇങ്ങനെയുള്ള പല ഹിസാറിൽ തോൽക്കും, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ തോൽക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഈ 6 ലക്ഷം വോട്ടുകൾക്ക് കഴിഞ്ഞ വട്ടം വിജയിച്ച ഈ നിലവിലെ കൃഷ്ണപാല ഗുജ്ജർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയൊക്കെ അവിടെ പരാജയപ്പെടണമെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു അതിശയം സംഭവിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ട് BJP-ക്ക് ഒരു സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് വേണ്ട ഒരു 3 ലക്ഷം വോട്ട് ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥിയെ പിടിച്ചാൽ പോലും BJP-ക്ക് 3 ലക്ഷം വോട്ടുകൾക്ക് അവിടെ വിജയിക്കാനുള്ള സാഹചര്യവും സാധ്യതയും നിലവിലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അടുത്ത സ്ഥലമാണ് ഗുർഗാവ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രീതിയിൽ പെട്ടെന്ന് വളർന്ന ഒരു നഗരമാണ്. ഈ ഗുർഗാവ് മണ്ഡലത്തെ സംബന്ധിച്ച് റാവു ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഒരു രാജകുടുംബത്തിലെ വ്യക്തിയാണ് നിലവിലുള്ള BJP-യുടെ സ്ഥാനാർത്ഥി. വമ്പൻ വികസനം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. IT പാർക്കുകൾ, അതോടൊപ്പം തന്നെ ദ്വാരക എക്സ്പ്രസ് കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. 3,80,000 വോട്ടുകൾക്കാണ് കഴിഞ്ഞ വട്ടം ഇദ്ദേഹം തന്നെ അവിടെ വിജയിച്ചത്. ഇദ്ദേഹം തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി. ജനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രവർത്തന പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നോക്കുന്ന സമയത്ത് അവരുടെ കുട്ടികൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ പുതിയൊരു ജോലി സംവിധാനങ്ങളിലേക്ക് എത്താനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ഇവരുടെ ഈ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ അവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും ഈ ഹരിയാന പോലെയുള്ള ഒരു സംസ്ഥാനത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന വികസന സംവിധാനങ്ങൾ എന്താണ്. ഇപ്പൊ കൊച്ചി ആയിക്കോട്ടെ, കേരളത്തിലെ തിരുവനന്തപുരം ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, കൊല്ലം ആയിക്കോട്ടെ, പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ സ്ഥലങ്ങളിലെല്ലാം എന്താണ് വികസനം എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? നിലവിലെ ഇവിടെ നിന്ന് വിജയിച്ചു പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. അവിടെ പോയിരുന്ന് ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുക, ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സമയത്ത് ഹരിയാന പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വികസനത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ BJP-യുടെ MP-മാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെയാണ് നേരിട്ട് വികസന പ്രവർത്തനങ്ങളെ കാര്യങ്ങൾ നോക്കുന്നത്. ഇത് തന്നെയാണ് അവിടെ മാറ്റം ഉണ്ടാകുന്നത്. ഈ മാറ്റത്തെയാണ് തോൽവി എന്നുള്ള സംവിധാനത്തിലേക്ക് കേരളത്തിലെ
ചില മാധ്യമങ്ങളല്ല, പല മാധ്യമങ്ങളും നിരന്തരമായിട്ട് പറയുന്നു. BJPയുടെ പരാജയം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം നിൽക്കുന്ന ഇതുപോലെയുള്ള ആളുകളുടെ മുന്നിലേക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് BJPക്ക് ഇത്തവണ മുഴുവൻ സീറ്റുകളും ലഭിക്കുമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ 6 മുതൽ 8 വരെ സീറ്റുകൾ നിർബന്ധമായിട്ടും BJP പിടിച്ചെടുക്കും, അതിൽ തർക്കമില്ല. 2 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തരംഗവും ഒരു മണ്ണാങ്കട്ടയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉണ്ടാകില്ല. ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഇരുന്നു കൊണ്ട് കരയുക മാത്രമേ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് തന്നെ നിരന്തരമായിട്ട് അടുത്തൊരു 5 വർഷം കൂടി കരയാം. കാരണം ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് BJP 320 സീറ്റുകൾ മുതൽ 360 സീറ്റുകൾക്കിടയിൽ പിടിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുണ്ട്.